ഭാരത് ടിവിയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മെൽബൺ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിന്ധ്യത്തിലെ മാസ്റ്റർ ഷെഫായ മനോജ് ആണ്. നമസ്കാരം മനോജ്. നമസ്കാരം. ഇന്ന് ഭാരത് ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറി ലീഫ് ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചിക്കൻ കറി തന്നെ, പക്ഷേ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെല്ലാ കറികളിലും കറി ലീഫ് ഇടും, എന്നാലും ഇത് കുറച്ചുകൂടി ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്. കറി ലീഫ് ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ചിക്കൻ വേണം, 5 പീസസ് ലെഗിൻ്റെ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറി പൗഡർ, ഓണിയൻസ് ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കുറച്ച് അതർ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഈ ഗരം മസാലയില്ലേ, കുറച്ച് ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ അനീസ് അങ്ങനെയുള്ളത്, കുറച്ച് ഹോൾ കറി ലീഫും ഗ്രീൻ ചില്ലി, പിന്നെ നമ്മുടെ വലിയ ചില്ലി, പിന്നെ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകം, സോംഫ് എന്ന് പറയും. അതിന് പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്, നമുക്ക് കുറച്ച് കറി ലീഫും ഗ്രീൻ ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സോംഫ് അതിനകത്തേക്ക് ഇടുക, എന്നിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അരയ്ക്കാൻ, അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കറി ലീഫും ചിക്കനോട് ചിക്കൻ അല്ല, കറി ലീഫും ഗ്രീൻ ചില്ലിയും കൂടെ അരയ്ക്കുക. ഒരു സെമി പേസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുക. കുക്ക് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ പൊട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുക, കുറച്ച് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം കുറച്ച് നമ്മുടെ ഒഴിക്കുക, കുറച്ചൊരു വെയിറ്റ് ചെയ്യണം, ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമ്മുടെ കുറച്ച് ഈ ഗരം മസാല ഇടുക, പട്ട, ഗ്രാമ്പൂ അങ്ങനെ ഇടുക. അതിനുശേഷം പെരിഞ്ചീരകം ഇടുക, കാണാൻ ക്രാക്കലാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വലിയ ചില്ലി അതിടുക, പിന്നെ ഗ്രീൻ ചില്ലി അതിടുക, പിന്നെ ഹോൾ കറി അത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം കുറച്ച് ഒണിയൻ ഇടുക, സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യാൻ കുറച്ച് ബ്രൗൺ ആവണം. വൈറ്റ് ഒണിയനും ആവശ്യമില്ല, ബ്രൗൺ ഒണിയൻ ഉപയോഗിക്കാം. ബ്രൗൺ ഒണിയനാണ് കുറച്ച് കൂടുതൽ തേടുന്നു. കുറച്ച് നേരം സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് ഒരു 5 മിനിറ്റ്സ് എടുത്ത് ബ്രൗൺ ആയിട്ട് വരാൻ. സോ മീൻ വായിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കനിലേക്ക് ഒരു 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ചിക്കൻ ഇതിനകത്ത് മാരിനേറ്റ്, കറി പൗഡർ മാരിനേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടാം. അപ്പോൾ പെട്ടെന്ന് കുക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് കറി പൗഡറും സോൾട്ടും ഇട്ടിട്ട് കുറച്ച് ഓയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം പെട്ടെന്ന് വേണം, അപ്പം സമയം ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം ഒണിയൻ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചുകൂടെ സോൾട്ട് ചെയ്യുക, ജിഞ്ചർ ഗാർലിക്കിൻ്റെ റോസ് മിറ്റ് പോകാനായിട്ട്. അതിനുശേഷം മീൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ചിക്കനും കുറച്ച് കറി പൗഡറും സോൾട്ടും കൂടി ഇട്ടിട്ട് കുറച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം അത് നിറയായിരിക്കും ചിക്കൻ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പൂണ് എക്സ്ട്രാ കറി പൗഡർ കുറച്ച് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇപ്പോഴും കറി പൗഡർ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് കുറേ സോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ റോസ് സ്മെൽ ഉണ്ടാവും. അതിനുശേഷം ഒരു 2 സ്പൂൺ ടൊമാറ്റോ ഇടുക, എന്നിട്ട് നമുക്കൊരു നല്ല കവർ വെച്ചിട്ട് കവർ ചെയ്യുക. അത് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവുന്നതിന് കുറച്ചൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് ജ്യൂസിങ്ങനെ വെളിയിൽ വരും. ഓക്കെ, ഇത് നമ്മളിപ്പോ ഓവനിൽ വെച്ച് കുക്ക്
കുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ച് കുക്ക് ചെയ്യാത്ത ചിക്കൻ ആണെങ്കിൽ എത്ര ആയിരിക്കും? ഓയിൽ വെക്കാത്ത ചിക്കൻ ആണെങ്കിൽ റോ ചിക്കൻ ഇതിനകത്തേക്ക് ഇടുക, ചെയ്ത് മിക്സറിലേക്ക് ഇടുക, കുറച്ച് കറി പൗഡർ ഇടുക, സോട്ട് ചെയ്തതിനു ശേഷം ഒരു 4 to 5 minutes ഓക്കെ. സോ ഓൾറെഡി ഓൾമോസ്റ്റ് ആവാറായി. കാരണം കുറച്ച് വെള്ളം വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഓൾറെഡി ഒരു നല്ല തിക്ക് ഗ്രേവി വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടുന്നത് എന്താണെന്നറിയാം, ഉപ്പ്. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിടുക. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് ഗ്രീൻ ചില്ലിയുടെ മിക്സ്ചർ അതിനകത്തേക്ക് ഒഴിക്കുക. ഓക്കെ, പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആൻഡ് ഫൈനലി ഒരു ലെമൺ, ലെമൺ ലൈം ഉപയോഗിക്കാം, നന്നായിട്ട് സ്ക്യൂസ് ചെയ്യാം. കുറച്ച് ശരിക്കും ലൈം ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിനൊരു ടാങ്ക്ലി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി കറിയിലേക്ക് സ്മെല്ലൊക്കെ മാറാൻ, പിന്നെ കുറച്ചുകൂടെ റോസ് ഇത് സ്മെല്ല് പോകാനായിട്ട് കുറച്ച് നേരം വയ്ക്കുക. അപ്പം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കഴിക്കുക. സോ ചിക്കൻ ഇത് ഓൾമോസ്റ്റ് റെഡിയായി. ഉപ്പ് ഞാൻ ഇട്ടിരുന്നു, ഉപ്പൊന്ന് ടച്ച് ചെയ്യുന്നു. മനോജ് എപ്പോഴാണ് ചോദിക്കുന്നത് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചൂടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ഡിഷ് ചെയ്യാം. ഡിഷ് ചെയ്യാൻ നോർമലി റൈസിന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉപയോഗിക്കാം. അതിന്റെ കൂടെ കുറച്ച് റൈസ് ഞാൻ വെച്ചിട്ടുണ്ട്, ചപ്പാത്തി. അതിന്റെ കൂടെ നമ്മൾ കറി അതിനകത്തേക്ക് ഒഴിക്കുന്നു. നന്നായിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക. നേരെ കുറച്ച് നാളെ ഞാൻ കുറച്ച് കറി ചപ്പാത്തി തരാം, കഴിക്കും. അത് എങ്ങനെയുണ്ട് ഫ്ലേവർ എന്നൊക്കെ പറയുക. ഇത്ര തന്നെ ക്ഷമ നശിച്ച് കാത്തിരിക്കുകയായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഭാരത് ടിവിക്ക് വേണ്ടി ഇത്രയും നല്ല ഒരു എന്താ പറയുക, ഒരു വളരെ നല്ല ഒരു ചിക്കൻ വിഭവം കാണിച്ചെന്ന മനോജിനെ ഭാരത് ടിവിയുടെ പേരിൽ വളരെയധികം നന്ദി. ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കറി ചിക്കൻ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ ട്രൈ ചെയ്യുക. ഏറ്റവും നല്ല ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാനാണ്. പ്രൈസും അതിന്റെ കൂടെ നന്നായിരിക്കും. താങ്ക് യു. മെൽബൺ രുചിയുടെ അടുത്ത വിഭവങ്ങളുമായി വീണ്ടും കാണുന്നതിലേക്ക് കണ്ടു.